ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ലെഫ്റ്റ് ഔട്ട് ടോപ്പിക്സാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇടയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ബീം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടി അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കൊണ്ടുവന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ബീം എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ബീം സ്മാർട്ട് ഫോണിലും വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നോൺ സ്മാർട്ട് ഫോണായിട്ടുള്ള സാധാരണ ഫോണുകളിലും ക്ലിയർ UPI മോഡലും വർക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബീം എന്നത്. ക്ലിയർ? സോ എൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ബീം? ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ക്ലിയർ? അതിനെ നമ്മൾ ബീം എന്ന് പറയുന്നത് BHIM. ക്ലിയർ? So is a mobile application for easy and quick payment transaction using unified payment interface. Clear? So unified payment interface UPI. UPI എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഫോണുകളിൽ ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ വഴി OTP പിന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്ത് പറയണത്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ ആ രീതിയിൽ മണി ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബീം. സോ യൂസർ ക്യാൻ മേക്ക് ഇൻസ്റ്റൻറ്റ് ബാങ്ക് ടു ബാങ്ക് പേയ്മെൻറ്റ് ആൻഡ് പേ ആൻഡ് കളക്ട് മണി യൂസിങ് മൊബൈൽ നമ്പർ. ക്ലിയർ? അപ്പോൾ മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ അതർ നമ്പർ ഓർ വെർച്വൽ പെർമനൻറ്റ് അഡ്രസ് VPA. Beam has the facility to scan and pay through QR code. അപ്പോൾ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ക്ലിയർ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒട്ടനവധി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അല്ലേ, QR കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അത് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ നേരത്തെയൊക്കെ നിങ്ങളൊരു പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഒക്കെ വരുന്ന സമയത്ത് 2016-17 നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എല്ലാം നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക, ആ രീതിയിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. Paytm ആ രീതിയിൽ തന്നെയുള്ളൊരു ആപ്ലിക്കേഷനാണ് ബീം. ജസ്റ്റ് ലൈക്ക് Paytm. So user can check transaction history and also raise complaint for the declined transaction by clicking on report issue. അപ്പോൾ റിപ്പോർട്ട് ഇഷ്യൂ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാം. സോ ബീം ഈസ് അവൈലബിൾ ഇൻ 8 റീജിയണൽ ലാംഗ്വേജസ്. ക്ലിയർ? തമിഴ്, തെലുങ്ക്, ബംഗാളി, മലയാളം, ഒഡിയ, ക്ലിയർ, ഗുജറാത്തി, കർണാടക ആൻഡ് ഹിന്ദി. ഇങ്ങനെയുള്ള 8 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ദെൻ ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്. യൂസർ ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻ യൂസിങ് ദെയർ ഫീച്ചർ ഫോൺ. ക്ലിയർ? അപ്പോൾ ഇതിന് ബീം ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിയർ ഇതിൽ എന്ത് ആവശ്യമില്ല, ഒരു സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്നില്ല. ക്ലിയർ? നമുക്ക് ചില കോഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ മെസ്സേജിങ്ങിൻ്റെ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫീച്ചർ ഫോൺസ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഫീച്ചർ ഫോൺ അല്ലേ, സെക്കൻഡ് ജനറേഷൻ ഫോണുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രധാനപ്പെട്ട ക്ലിയർ അതിൻ്റെ ഡയലിംഗ് കോഡാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? *99#. So this is the UPI code. Clear? അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഓരോന്നിനും ഓരോ കോഡ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഫീച്ചർ ഫോൺ ഉപയോഗിച്ചിട്ടും ഈ കോഡുകളൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് സെൻഡ് മെസ്സേജസ് ആയിട്ടൊക്കെ അയച്ച് എന്ത് ചെയ്യാൻ പറ്റും? സോ വി ക്യാൻ മേക്ക് the things possible. Clear? Transfer of fund possible. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നുള്ള ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ബീം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ നോക്കാനുള്ള കാരണം എന്താ? ഇത് പല ബാങ്കുകളും ക്ലിയർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരവരുടേതായിട്ടുള്ള പേയ്മെൻറ്റ് ഇൻ്റർഫേസസ് ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇതുമായി കമ്പാറ്റബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ്. നിങ്ങളൊരു പക്ഷേ നേരത്തെ കേട്ടിട്ടുണ്ടാവും, നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അല്ലേ? So that is SBI Beam എന്ന് പറയുന്നത്. ക്ലിയർ? SBI Pay Beam. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവ നോക്കുന്നത് അതിനെക്കുറിച്ചാണ്. ക്ലിയർ? SBI റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? So SBI Pay, that is Beam.
അപ്പോൾ SBIക്ക് എന്തുണ്ട്, ഇത് ഇത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇത് ഒരു ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈൻ പേയ്മെൻറ്റുകൾ നൽകാനോ, ബിൽ പേയ്മെൻറ്റ് ചെയ്യാനോ, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനോ, റീചാർജിങ് ചെയ്യാനോ, ക്ലിയർ, ദെൻ ഓർഡറിങ് ഫോർ ഫുഡ് ചെയ്യാനോ, ഇതിനൊക്കെ വേണ്ടി ഭീം SBI പേ ഉപയോഗിക്കുന്നു. ദെൻ SBI ബഡി, ക്ലിയർ, SBI ഉപയോഗിക്കുന്ന വേറൊരു ഇത് ഭീമുമായി ബന്ധപ്പെട്ടല്ല, ക്ലിയർ, വേറൊരു ആപ്ലിക്കേഷനാണ് SBI ബഡി, ക്ലിയർ. സോ ബാങ്ക്സ് മൊബൈൽ വാലറ്റ് അലൗസ് യൂസർ ടു സെൻഡ് ആൻഡ് റിസീവ് മണി, ക്ലിയർ. അതൊരു മൊബൈൽ വാലറ്റാണ്, അത് SBI ഓഫർ ചെയ്യുന്നതാണ്. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? മണി റിസീവ് ചെയ്യാനോ സെൻഡ് ചെയ്യാൻ ഇതുവഴി പറ്റുന്നു. സോ ഇൻ അഡീഷൻ യൂസർ ക്യാൻ ഓൾസോ ഷോപ്പ്, book rail, movie, flight tickets and virtual debit card, clear. So buddy cards to make payment, withdrawal of cash at a SBI ATM using wallet and lot more. ഇങ്ങനെ കുറേയധികം ഫെസിലിറ്റീസുകളുണ്ട്. ഇങ്ങനെ കുറേയധികം SBIയുടെ ഓൺലൈനായിട്ടുള്ള ഫെസിലിറ്റികളെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷനാണ് യോനോ എന്ന് പറയുന്നത്, ക്ലിയർ. അപ്പോൾ യോനോ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ക്ലിയർ. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ഇന്ത്യസ് ഫസ്റ്റ് comprehensive digital service platform called YONO, YONO, clear. So it is an acronym for you only need one, clear. കുറേയധികം ആപ്ലിക്കേഷനും കുറേയധികം പ്ലാറ്റ്ഫോം ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി ഒറ്റ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് കോംപ്രഹെൻസീവ് ആയിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ യു ഓൺലി നീഡ് വൺ എന്നുള്ള രീതിയിൽ യോനോ എന്ന് അബ്രിവിയേറ്റ് ചെയ്ത് പറയുന്നു, ക്ലിയർ. ആസ് എൻ ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോം, YONO clear is an acronym for you only need one. Then as an integrated omni-channel digital platform, YONO offers banking and other financial products along with access to India's largest B2C marketplace for the customers to make their lifestyle needs across, clear. So 16 categories including fashion, lifestyle, economics, education, home, furnishing, travel and hospitality, cab booking, car rentals, entertainment, food and dining, health and personal care, അങ്ങനെ കുറേയധികം സർവീസസ് ഇതിലേക്ക് എംബഡ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം, ക്ലിയർ. ഇതിന് പുറമെ എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ടാവും, ക്ലിയർ. അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും, മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ക്ലിയർ. അപ്പോൾ സാധാരണ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള കുറേയധികം സർവീസ് ഇതിലേക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്, ക്ലിയർ. വാലറ്റിൽ വരാവുന്ന സർവീസുകൾ എനേബിൾ, അങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ SBIക്ക് കുറേയധികം സബ്സിഡറീസ് ഉണ്ട്, നോൺ ബാങ്കിങ് സബ്സിഡറീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ക്ലിയർ, SBI ഫണ്ട് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, SBI ക്ലിയർ ഫാക്ടേഴ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി, ഇങ്ങനെ 2-3 കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് മാത്രം, ക്ലിയർ. സോ നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ബാങ്ക്, ക്ലിയർ. എന്താണ് പേയ്മെൻറ്റ് ബാങ്ക്, അല്ലേ? സാധാരണ രീതിയിൽ നമുക്കറിയാൻ പറ്റും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിയുടെ ഭാഗമായി, അല്ലേ, കൊണ്ടുവന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ബാങ്കിങ് മെത്തേഡാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്, ക്ലിയർ. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റെസ്ട്രിക്ഷൻസോട് കൂടിയാണ് ഇവർ പ്രവർത്തിക്കുക, ലോക്കലൈസ്ഡ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ക്ലിയർ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ കൻ നോട്ട് ലെൻഡ് മണി ബട്ട് ദേ കൻ അക്സെപ്റ്റ് മണി. ഡിപ്പോസിറ്റുകളൊക്കെ സ്വീകരിക്കാം, പക്ഷേ ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്യാം, ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാം, ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാം, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഓൺലൈൻ പേയ്മെൻറ്റുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബില്ലുകൾ അടയ്ക്കാനോ മറ്റതൊക്കെ അത് ഉപയോഗിക്കാം, ക്ലിയർ. അതുപോലെ തന്നെ കാർഡ് പേയ്മെൻ്റായിട്ട്, ക്ലിയർ, ഉള്ള കാര്യങ്ങൾ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സർവീസസ് ഒക്കെ ഉണ്ട്, പക്ഷേ ലെൻഡിങ് ഓഫ് മണി, ബാങ്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിട്ടുള്ള ലെൻഡിങ് വരുന്നില്ല. സോ അങ്ങനെയുള്ള ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്, ക്ലിയർ. ചെറിയ തരത്തിലുള്ള ബാങ്കുകൾ നടത്തും, ക്ലിയർ. ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിപ്പോസിറ്റ്സിന് പരിധിയുണ്ട്, ക്ലിയർ. So a payment bank can accept deposits to a maximum of ₹1 lakh only per individual. ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ അടുത്ത് 1 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ അൺബാങ്ക്ഡ് ആയിട്ടുള്ള, അൺസേർവ്ഡ് ആയിട്ടുള്ള, ക്ലിയർ, ഏരിയകളിൽ അല്ല പ്രദേശങ്ങളിൽ ബാങ്കിങ് ഓപ്പറേഷൻ, സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക,
അല്ലെ വീക്കർ സെക്ഷൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ റൂറൽ പീപ്പിളിൻ്റെ ഇടയിലൊക്കെ സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഓർഗനൈസേഷനായിട്ടാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, RBIയുടെ നിയന്ത്രണത്തിലാണ് ഇത് വരുന്നത്. ക്ലിയർ? RBIയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. ക്ലിയർ? അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ക്ലിയർ സാധാരണഗതിയിൽ അല്ലേ വളരെ ചെറിയ, മറ്റുള്ള ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും. ക്ലിയർ? അതുപോലെ തന്നെ അവർക്ക് എല്ലാം ഓപ്പറേഷൻ ചെയ്യാമല്ലോ, ബാങ്കിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? പകരം എന്ത് ചെയ്യുന്നു, ലിമിറ്റഡ് കൈൻഡ് ഓഫ് ബാങ്കിങ് ആണ് ചെയ്യുന്നത്. ക്ലിയർ? ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട് മാറുന്നു. സോ പേയ്മെൻറ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഉള്ള ഒരു വിക്കിപീഡിയ കണ്ടന്റാണ് ഇത്. ക്ലിയർ? സോ പേയ്മെൻറ്റ് ബാങ്ക് ഇസ് an Indian new model banks, clear, conceptualized by the Reserve Bank of India. So the bank can accept clear restricted deposits with which is currently limited to rupees 1 lakh per customer and may be increased further. Clear? വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ, പക്ഷേ എപ്പോഴും 1 lakh തന്നെയാണ്. So these banks cannot issue loans and credits to the customer. കസ്റ്റമർക്ക് ലോൺസും ക്രെഡിറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, പക്ഷേ ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാം. സോ പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ATM കാർഡ്, ATM സ്റ്റാർട്ട് ചെയ്യുകയും ATM കാർഡ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. സോ ദേ ക്യാൻ പ്രൊവൈഡ് ഓൺലൈൻ ഓർ മൊബൈൽ ബാങ്കിങ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഭാരതി എയർടെൽ സെറ്റപ്പ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ഭാരതി എയർടെൽ ബാങ്ക്. ക്ലിയർ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ഡിപ്പോസിറ്റുകൾ ചെറിയ തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ കുറച്ച് റെസ്ട്രിക്ഷനോടുകൂടിയാണ് ഇത്തരം ബാങ്കുകൾ വരുന്നത്. ഹിസ്റ്ററി. ക്ലിയർ? സോ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2013 ഇങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവ്, പേയ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഇനിഷ്യേറ്റീവ് വരുന്നത് കമ്മിറ്റി ഓൺ കോംപ്രഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫോർ സ്മോൾ ബിസിനസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. ക്ലിയർ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ നച്ചികേത് മോർ. ക്ലിയർ? അപ്പോൾ നച്ചികേത് മോർ അവരുടെ റെക്കമെൻഡേഷനൊക്കെ അനുസരിച്ചിട്ടാണ് പിന്നീട് ഇതെന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കോൺസെപ്റ്റ് അൺബാങ്ക്ഡ് ആയിട്ടുള്ള, ക്ലിയർ, അതുപോലെ തന്നെ റൂറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർവീസ്ഡ് ആയിട്ടുള്ള കുറേയധികം പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ. ക്ലിയർ? അതല്ലെങ്കിൽ അൺബാങ്ക്ഡോ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസോ ക്ലിയർ അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റീസോ ഒന്നും റീച്ച് ചെയ്യാത്ത പോപ്പുലേഷൻ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ വളരെ റൂറലായിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ കോസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ ബാങ്കുകളായിട്ട് തുടങ്ങാം. അവർക്ക് വേണമെങ്കിൽ ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ലെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലേ? സാധാരണ ഒരു ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് എന്തായിരിക്കും, അവരുടെ പൈസ അല്ലേ അവർ കൈവശമുള്ളൊരു പൈസ വേറെ ഒരു സ്ഥലത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലേ? ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫറോ ഡിപ്പോസിറ്റോ സേവിങ്സോ അല്ലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ പെനിട്രേഷൻ വീണ്ടും കൂട്ടും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. So RBI has a draft guidelines for the payment bank and submitted to the government. Government എന്ത് ചെയ്തു, പിന്നീട് ഇതിനെ അപ്രൂവ് ചെയ്ത് പബ്ലിഷ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഭേദഗതികൾ കൊണ്ടുവരികയും പേയ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുണ്ടായി. ഓക്കെ, RBIയുടെ നോട്ടിഫിക്കേഷൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന പേയ്മെൻറ്റ് ബാങ്കുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഭാരതി എയർടെൽ ബാങ്കാണ് ഇന്ത്യസ് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. ക്ലിയർ? സോ നെയ്മഡ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ മാർച്ച് 2017. ക്ലിയർ? അപ്പോൾ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ക്ലിയർ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. പിന്നെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്, അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, ക്ലിയർ, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്സ്, ഓക്കെ, ആദിത്യ ബിർള പേയ്മെൻറ്റ് ബാങ്ക്, ഇങ്ങനെ NBFCs ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഫേംസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പേയ്മെൻറ്റ് ബാങ്കുകൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വിക്കിപീഡിയയിൽ കിട്ടും. ഓക്കെ, സോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താ, അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെൻഡിങ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് 1 lakh rupees, അതൊരു കട്ട് ഓഫ് അല്ലെങ്കിൽ പരിധിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇതിൽ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ. ഇപ്പോഴെല്ലാം നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിൽ പോലും പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് സർവീസസ് ഉണ്ട് അല്ലേ. ഓൺലൈനായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയും അല്ലെങ്കിൽ പൈസ കൈമാറുകയും അല്ലേ. ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെറിയ തരത്തിലുള്ള ബാങ്കിങ് സർവീസസിനാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ. ദെൻ പേയ്മെൻറ്റ് ബാങ്ക്സ് കൻ നോട്ട് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദ നോൺ NRI അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലെൻഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ദേ ആർ നോട്ട് അലൗഡ് ടു സെറ്റപ്പ് ഓക്കെ സബ്സിഡറീസ് ഫോർ അണ്ടർടേക്കിംഗ് ദി ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ്. അവർക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് ചെറിയ രീതിയിൽ ചെയ്യാം, പക്ഷേ സബ്സിഡറികൾ ക്രിയേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അല്ലേ, IPPB എന്ന് പറയും ക്ലിയർ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ലിയർ. 2017 രൂപീകരിക്കപ്പെട്ടു. ഓക്കെ, ദെൻ ഈ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രത്യേകത എന്താ, പോസ്റ്റ് ഓഫീസുകളിലൂടെ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള അക്കൗണ്ടാണ്, ഡിജിറ്റൽ അക്കൗണ്ടാണ് ക്ലിയർ. അപ്പോൾ ഡിജിറ്റൽ ഫണ്ടായിരിക്കും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വലിയ ചേഞ്ചസ് കൊണ്ടുണ്ട്. അപ്പോൾ അതിന് പരിധി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയാണ് പരമാവധി നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നല്ലാതെ ക്ലിയർ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ബാങ്കുകൾ വളരെ റൂറലായിട്ടുള്ള ഏരിയകളിൽ, അൺബാങ്ക്ഡ് ഏരിയകളിൽ അല്ലേ, സർവീസസ് കിട്ടാത്ത ഏരിയകളിൽ, അങ്ങനെയുള്ള പോപ്പുലേഷൻസിൽ സെഗ്മെൻറ്റിലൊക്കെ പ്രവർത്തിക്കാൻ കേപ്പബിളായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്. എന്താ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ബാങ്കിനേക്കാളും ചെറിയൊരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ളൊരു ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഇവിടെ ഇത്തരത്തിലുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് അതിൻ്റെ പേര് കാണിക്കുന്ന പോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് പോലെയുള്ള അല്ലേ, കുടിൽ വ്യവസായങ്ങളോ കൃഷിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറുകിട അല്ലേ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓക്കുപ്പേഷൻസോ ചെറിയ ചെറിയ സെൽഫ് എംപ്ലോയ്മെൻറ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കടം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലിയർ ഓർഗനൈസേഷൻസാണ് എന്ത് പറയുന്നത്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്ലിയർ. സോ ഇവരുടെ ഒരു പ്രത്യേകത, പേയ്മെൻറ്റ് ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രത്യേകത എന്താ, പേയ്മെൻറ്റ് ബാങ്കിലും ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. പേയ്മെൻറ്റ് ബാങ്കിൽ ലെൻഡിങ് ലോൺ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലോൺ വേണമെങ്കിൽ കൊടുക്കാം, ലോൺസും അഡ്വാൻസസും വേണമെങ്കിൽ കൊടുക്കാം ക്ലിയർ. പക്ഷേ ഇതിൽ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കട്ട് ഓഫ് ഒരു നമുക്ക് 75% ലോൺ കമ്പോണൻറ്റ് വേണം ക്ലിയർ. ക്യാഷ് ക്രെഡിറ്റോ ഡിസ്കൗണ്ടിങ്ങോ അവർക്ക് കുറച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അൺബാങ്ക്ഡ് ഏരിയയിലായിരിക്കണം കൂടുതൽ പ്രവർത്തിക്കുന്നത്. മൈക്രോ സ്മോൾ ആൻഡ് എൻ്റർപ്രൈസസിന് കൂടുതൽ ലോൺ കൊടുത്തിരിക്കണം ക്ലിയർ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലോക്കൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിസ്ട്രിക്റ്റിൽ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്കോപ്പിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്, മാർജിനൽ ഫാർമേഴ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടർ ക്ലിയർ എൻറ്റിറ്റീസ് ത്രൂ ടെക്നോളജി ആൻഡ് ലോ കോസ്റ്റ് ഓപ്പറേഷൻ ക്ലിയർ. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. ഓൺലൈനായിട്ടാണ് മിക്കവാറും ട്രാൻസാക്ഷനൊക്കെ ചെയ്യുക ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിക്കിപീഡിയയിലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള കണ്ടന്റാണ് ക്ലിയർ. സോ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ എ ടൈപ്പ് ഓഫ് നീഷ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ക്ലിയർ. സോ ഇതും ന്യൂ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, സോ ബാങ്ക്സ് വിത്ത് എ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലൈസൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ബേസിക് ബാങ്കിങ് സർവീസസ് ക്ലിയർ ഓഫ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ കാണുന്ന പോലെ എല്ലാ സർവീസും അവിടെ കിട്ടില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. സോ ദ എയിം ബിഹൈൻഡ് ദീസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലേ 2010 ശേഷം പ്രത്യേകിച്ച് 2000 ആ പീരീഡുകളിലൊക്കെ ഏറ്റവും ഊന്നൽ നൽകപ്പെട്ടിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഹൗ പീപ്പിൾ ക്യാൻ ബി ഫിനാൻഷ്യലി ഇൻക്ലൂഡ് അല്ലേ. കുറച്ച് ആളുകൾക്ക് മാത്രം എല്ലാ സർവീസസും ഡിജിറ്റൽ സർവീസും ഡിജിറ്റൽ പേയ്മെൻറ്റും ഡിജിറ്റൽ മെക്കാനിക്സും ഒക്കെ അറിയുകയും അല്ലേ, വേറെ ചില ആളുകൾക്ക് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുക. ചില ആളുകൾക്ക് ബാങ്കിങ്ങിലേക്ക് ആക്സസ് ഉണ്ടാവുകയും കുറേയധികം ആളുകൾക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഡിവൈഡാണ്. ഇത് മാറ്റിയെടുക്കണേ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരെയും ബാങ്കിങ്ങിലേക്കോ ഫിനാൻസിലേക്കോ അതിൻ്റെ അധീനയിലൊക്കെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവന്നതാണ് ഇത്. ഓക്കെ,
So weaker section of the society, unserved area, okay, small business unit, small marginal farmer, micro and small industries, unorganized sector entity, ഇവർക്കൊക്കെ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്നെല്ലാം ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സമ്മറി ക്ലിയർ. NBFCസും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ലിയർ, ലോക്കൽ ഏരിയ ബാങ്കുകളും ക്ലിയർ, സോ ക്യാൻ അപ്ലൈ ടു ബിക്കം എ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇപ്പോൾ നമ്മൾ നിലവിൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യാം. NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യാം. LAB ക്ലിയർ, ലോക്കൽ ഏരിയ ബാങ്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെ, ഏതെങ്കിലും 1, 2, 3 ഡിസ്ട്രിക്റ്റിൽ മാത്രം ഏരിയ ഉള്ള ലോക്കൽ ഏരിയ ബാങ്കുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദേ ക്യാൻ ബി പെർമിറ്റഡ് either by individual, they can be promoted either by individual or corporation or trust of society, ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ക്ലിയർ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് as a public limited company, clear, in a private sector under the Companies Act of 2013. So they are governed by the provisions of Reserve Bank of India 1934 and Banking Regulation Act of 1949 and other relevant statutes. Clear, small finance regulation clear. So they are also governed by Reserve Bank of India. Okay, then these banks will not be restricted to any region. Clear, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ചില ബാങ്കുകളാണെങ്കിൽ അല്ലെങ്കിൽ അല്ലേ, ലോക്കൽ ഏരിയ ബാങ്ക് ആണെങ്കിൽ 3 ഡിസ്ട്രിക്ട് പരമാവധി പറ്റുള്ളൂ അല്ലേ, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ക്ലിയർ. പക്ഷേ ബാങ്കിങ് സർവീസസിൻ്റെ നേച്ചറിൽ മാത്രം എന്ത് ചെയ്യുന്നു, ബേസിക് സർവീസ് മാത്രമേ ഉള്ളൂ, ക്ലിയർ, ബാക്കിയുള്ള സർവീസുകൾ ഉണ്ടാവില്ല, അത്ര മാത്രമേ അതിൽ വ്യത്യാസം. So they were set up with the twin objective of providing institutional mechanism to procuring rural and semi-urban savings and providing credit for viable economic activities in local area. ഒരു എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓക്കെ പ്രൊമോഷൻ ഓഫ് സേവിങ്സ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. 75% ഓഫ് ദി ക്രെഡിറ്റ്സ് should be in priority sector lending and 50% of the loans, clear, in its portfolio must in 25 lakh range, clear. അപ്പോൾ 50% ലോണുകളും കൊടുക്കുന്ന 25 ലക്ഷത്തിൽ കൂടാത്ത രീതിയിലാണ് കൊടുക്കുക, ക്ലിയർ. എങ്കിൽ മാത്രമേ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയാൻ പറ്റൂ, ക്ലിയർ. അപ്പോൾ കൂടുതൽ ലോണുകളും വലിയ എമൗണ്ടിനാണ് കൊടുക്കുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് അല്ല, ക്ലിയർ. അപ്പോൾ 25 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു പരിധിയായിട്ട് പറയുന്നത്, ക്ലിയർ. 50% എങ്കിലും അല്ലെങ്കിൽ അത്രയെങ്കിലും വേണം, 25 ലക്ഷത്തിൽ താഴെ, ക്ലിയർ. ഓക്കെ. Then the firms must have a capital at least 200 crores. ഓക്കെ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ദെൻ അപ്പോൾ ഇതിനെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതും RBIയുടെ ഗൈഡ് ലൈൻസ് അല്ലേ, RBIയുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നാണ് 2014, ക്ലിയർ. ഒരു ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക്സ് സീക്കിംഗ് comments for interest from interested parties, clear. So guidelines were issued on 27th November 2014. Instead, parties were required to interested parties were required to submit application before 16th January 2015. അങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻ കിട്ടുകയും അതിനെ സ്ക്രീനിങ് ചെയ്തിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുത്തു, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്, ക്ലിയർ. അപ്പോൾ നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലെ കാണാൻ വേണ്ടി എപ്പോഴാണ് തുടങ്ങിയത്, അതിൻ്റെ പേരെന്താണ്, ക്ലിയർ, ബാങ്ക് നെയിം എന്താണ്, ഒറിജിനൽ നെയിം എന്തായിരുന്നു, ബാങ്ക് നെയിം എന്താണ്, അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടും, ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ സ്മോൾ ഫിനാൻസ് ബാങ്കും പേയ്മെൻറ്റ് ബാങ്കും തമ്മിലുള്ള വ്യത്യാസം അതിലൊന്നിൽ അല്ലേ, പേയ്മെൻറ്റ് ബാങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല, ഇവിടെ ക്രെഡിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ടെക്നോളജി അഡോപ്ഷൻ ഇൻ ബാങ്കിങ്, ക്ലിയർ. ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ബാങ്കിങ് സിസ്റ്റത്തെ എന്ത് ചെയ്തിരിക്കുന്നു, മിക്കവാറും എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടോട്ടൽ ബ്രാഞ്ച് ഓട്ടോമേഷൻ, അതിനെ കോർ ബാങ്കിങ് സൊല്യൂഷൻസ് എന്നൊക്കെ പറയും, CBS എന്ന് പറയും, ക്ലിയർ. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെക്കാനിസത്തിലാണ്, ഓട്ടോമേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ മിക്കവാറും ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോർ ബാങ്കിങ് സൊല്യൂഷനിലേക്ക് മാറിയിട്ടുണ്ട്. സോ കീപ്പിംഗ് ഇൻ വ്യൂ the large branch network of this bank, core banking solution is being
laid across by them in a phased manner. Clear? അപ്പോൾ ഏകദേശം കാരണം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാൻ പറ്റും അല്ലേ, ഏകദേശം 2 ലക്ഷത്തോളം ബാങ്ക് ബ്രാഞ്ചസ് അല്ലെ, എത്രത്തോളം ബ്രാഞ്ചുകൾ നമുക്ക് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനർത്ഥം എന്തായിരിക്കും, ഇത്രത്തോളം വരുന്ന ബ്രാഞ്ചുകളിലേക്ക് മുഴുവൻ കോർ ബാങ്കിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിന്ന് ഒരു ഫേസ്ഡ് മാനറിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, മിക്കവാറും എല്ലാ ബ്രാഞ്ചുകളിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അല്ല, ATM ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞു, ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് സർവീസുകൾ കൊടുക്കാൻ കഴിഞ്ഞു. ക്ലിയർ? ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഒട്ടനവധി ഡിജിറ്റൽ സേവനങ്ങൾ നമുക്കിതിലൂടെ ചെയ്തെടുക്കാൻ കഴിയുന്നു. ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ള നെഫ്റ്റ് ആയിക്കോട്ടെ, RTGS ആയിക്കോട്ടെ, ഇതെല്ലാം പോസിബിൾ ആയിട്ട് ഇങ്ങനെ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് CBS എന്ന് പറയുന്നത്. ഓക്കെ, കോർ ബാങ്കിങ് സൊല്യൂഷൻ. ഒരു ബാങ്കിൽ വളരെയധികം ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ബാങ്കാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് ബാങ്കുകളെ പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പോൾ ഇൻഡസ്ട്രീസിനോ ബിസിനസ്സിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ മാത്രമല്ലേ, സാധാരണ കിസാൻ അല്ലെങ്കിൽ ഫാർമേഴ്സിന് പോലും ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലേ, സ്മാർട്ട് കാർഡ് സൊല്യൂഷൻ ഫോർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ബയോമെട്രിക് ATM, ഇൻഫർമേഷൻ കിയോസ്ക്, ലോക്കൽ ലാംഗ്വേജ് ആൻഡ് വോയിസ് ഫെസിലിറ്റി, കോൾ സെൻറ്റർ ഓപ്പറേഷൻ, മാർക്കറ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള മേഖലകളിലേക്കും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വരാവുന്ന കാര്യം എന്തൊക്കെയാണ്? ഒന്ന് അല്ലേ, ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ്. അതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് എങ്ങനെയാണ് വരുന്നത്? പലതരത്തിലുള്ള സർവീസസ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ ചെക്ക് എന്ന് പറയും. ക്ലിയർ? ഇലക്ട്രോണിക് ചെക്ക് എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, nowadays we are hearing about the e-governance, email, clear, e-commerce and e-tail etc. അതുപോലെ തന്നെയാണ് ചെക്ക്. ക്ലിയർ? ബാങ്കിങ്ങിലെ ഫണ്ട് വിഡ്രോവലിനും ട്രാൻസ്ഫറിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം, ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്കായിട്ട് രീതിയിൽ തന്നെ ചെക്കുകൾ ഇഷ്യൂ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള ചെക്ക് ഇഷ്യൂ സിസ്റ്റത്തിനാണ്, കളക്ഷൻ സിസ്റ്റത്തിനാണ്, മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ് ഈ ചെക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ the Negotiable Instrument Act has already been amended to include truncated check system, or e-check instruments. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം അല്ലേ, CTS എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, നേരത്തെയൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ചെക്കുകൾ നമ്മൾ ഒരു ലെറ്റർ തയ്യാറാക്കി കവറിലിട്ട് അയച്ച് അതിൽ ദൂര സ്ഥലങ്ങളിൽ പോയി അല്ലേ, അത് കിട്ടി, അത് വെരിഫൈ ചെയ്ത് കളക്ഷനായി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതിന് കുറേ സമയം എടുക്കും. ഇപ്പം അങ്ങനെയാണോ? അല്ല. പകരം എന്ത് ചെയ്യുന്നു, നമ്മളതിനെ EDI എന്നാണ് പറയുക, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. EDI മെക്കാനിസത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മൾ ചെക്കുകളൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക എല്ലാ ബാങ്കുകളും. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് എവറി ബാങ്ക്സ് ഇഷ്യൂയിങ് ചെക്സ് ആർ ടു പ്രിപ്പയർ ദെയർ ചെക്സ് ഇൻ എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ്. ക്ലിയർ? അപ്പോൾ അതിൽ ബാങ്കിൻ്റെ പേര്, അഡ്രസ്സ്, IFSC കോഡ് അല്ലെങ്കിൽ MICR കോഡ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോഡ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലത്ത് കാണിച്ചിരിക്കണം. ക്ലിയർ? അതുപോലെ തന്നെ എമൗണ്ട് എഴുതാനുള്ള എത്ര സ്പേസ് വേണം, അല്ലെങ്കിൽ സൈൻ ചെയ്യാനുള്ള ഇന്ന സ്പേസ് ആയിരിക്കണം. ഇങ്ങനെ ഓരോ ചെക്ക് നമ്പറോ അല്ല മറ്റുള്ള കാര്യങ്ങൾ കാണിക്കാൻ ഇന്ന ഫോർമാറ്റിൽ, ഇതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അതനുസരിച്ചിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചെക്കിന് എന്ത് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു. ഈ സ്കാൻ ചെയ്യുന്ന ചെക്ക് എന്ത് ചെയ്യും, ഈ CTS സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിൽ എവിടെയാണോ എൻ്റെ IFSC ഉള്ളത് അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന ബാങ്ക് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ ചെക്ക് അവിടെ എത്താതെ തന്നെ എന്ത് ചെയ്യുന്നു, എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പാസ്സാക്കുന്നു. കാരണം എന്താ, അതിനനുസരിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടും അതുപോലെ തന്നെ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഈ ചെക്കുകളൊക്കെ ചെക്കായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ ദാറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസും ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്തരത്തിൽ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം CTS ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ചെക്കൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തിയെടുക്കാൻ അല്ലേ, ഒരു പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെയാണ് അല്ലേ, അതുപോലെ തന്നെ ചാൻസസ് ഓഫ് ഡിസോണർ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരികയോ ഡിസോണർ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിങ്ങിന് ആവശ്യമായുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. പ്രീപെയ്ഡ് മൊബൈൽ റീഫില്ല് അല്ലേ, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്, ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ റീചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ പ്രീപെയ്ഡ് അല്ലേ, ഇതെല്ലാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിൽ പേയ്മെൻറ്റ് സർവീസസ്,
ഓക്കെ, അത് ATM ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ്ങിലൂടെ ആയിക്കോട്ടെ. ക്ലിയർ? ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. ദെൻ register and pay. That is one can view and pay various mobile telephones, electricity bills, clear, insurance premium online. Clear? So after registering, customers get SMS and email alerts every time bill is received. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന അക്കൗണ്ടിലേക്ക് ഇന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന ഓർഗനൈസേഷൻ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അലേർട്ട് വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രജിസ്റ്റർ ആൻഡ് പേ സർവീസസ് ഉണ്ട്. മിക്കവാറും ഓർഗനൈസേഷൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേയ്മെൻറ്റുകളെല്ലാം അവരുടെ സർവീസും ബില്ലുകളൊക്കെ ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. ക്ലിയർ? ദെൻ RTGS ആൻഡ് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ RTGSൻ്റെ പ്രത്യേകത എന്താ? ക്ലിയർ? എമൗണ്ട് നമുക്ക് ഗ്രോസ് ആയിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. വലിയ എമൗണ്ടുകളൊക്കെയാണ് സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ? ഇപ്പോഴത്തെ നമ്മൾ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ഫണ്ട് ട്രാൻസ്ഫറിനൊക്കെ നമ്മൾ നെഫ്റ്റാണ് സാധാരണ ഉപയോഗിക്കുക, NEFT. ക്ലിയർ? അതിനേക്കാൾ 2 ലക്ഷത്തിന് മുകളിൽ വരുന്ന പേയ്മെൻറ്റിനൊക്കെ എന്ത് ചെയ്യുന്നു? RTGS ആണ് ഉപയോഗിക്കുക. അങ്ങനെ RTGS ഉപയോഗിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ആണ്. നമ്മൾ എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ക്ലിയർ? പക്ഷേ നെഫ്റ്റിൽ കുറച്ച് സമയം ഡിലേ വരും. ക്ലിയർ? അത് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ആവുക. അപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി അത്രയും സമയം കഴിഞ്ഞാൽ മറ്റൊരു അക്കൗണ്ട് ബെനിഫിഷ്യറി അക്കൗണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു ഡിലേ വരും. ക്ലിയർ? നെഫ്റ്റിൽ ഇവിടെ എന്തുണ്ടാവില്ല, അത് വരുന്നില്ല, റിയൽ ടൈം ആയിട്ട് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ദെൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ദെൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, EFT. ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയതാണ്. അല്ല, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം. ക്ലിയർ? എന്താണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം? ECS എന്ന് പറയും. ക്ലിയർ? സോ ഇതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ഈസ് എ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റം that can be used to make bulk payment or receipts, clear, in a similar nature. For example, ഡിവിഡൻഡോ അല്ലേ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കുറേയധികം ആളുകൾക്ക് ചെറിയ എമൗണ്ട് വീതം കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കൊടുക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ECS സിസ്റ്റം ഉപയോഗിക്കാം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ബൾക്കായിട്ട് ബെനിഫിഷ്യറീസിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ക്ലിയർ? So the facility is meant for companies and government departments to make a large volume of payment rather than for funds transferred by individuals. അല്ലേ? സാധാരണ ഒരാൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ടോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ചെറിയ എമൗണ്ട് വീതം, അല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 രൂപ, 40 രൂപ, 50 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 100 രൂപ ഇങ്ങനെ വീതം ഓരോ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സിറ്റുവേഷനിലൊക്കെ പ്രൈം മിനിസ്റ്റർ അല്ലേ വാഗ്ദാനം ചെയ്തതനുസരിച്ച് ജൻധൻ അക്കൗണ്ടുകളിലേക്ക് 500 രൂപ വീതം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലേ? അപ്പോൾ കോടിക്കണക്കിന് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ നെഫ്റ്റും RTGS ഒന്നും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട വരും? ബൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ECS ഉപയോഗിക്കാം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് എന്നാണ് പറയാം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ATM മെഷീൻ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അല്ലേ? ATM ഫെസിലിറ്റീസ്, പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽ. എന്താണ് POS എന്ന് പറയുന്നത്? POS ടെർമിനൽസ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അല്ലേ? നമ്മൾ ഷോപ്പിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോപ്പുകളിലെല്ലാം ഒരു ചെറിയ ടെർമിനൽ വെച്ചിരുന്ന അവിടെ നമ്മൾ ഡെബിറ്റ് കാർഡോ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി, ATM കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചോദിക്കാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ക്ലിയർ? നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായി അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽ, അതിന് POS മെഷീൻസ് എന്നാണ് പറയുക. ക്ലിയർ? പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെർമിനൽസ് ചെറിയൊരു ബോക്സ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നതാണ്. ക്ലിയർ? ഇവിടെ സ്വൈപ്പിങ്ങിന് വേണ്ടി ചെറിയൊരു ഇതുണ്ടാവും. ക്ലിയർ? അതുപോലെ ഇവിടെ കീ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്ലിയർ? ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാവും. നമ്മൾ അവർ എമൗണ്ടൊക്കെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓൺലൈനാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് റിയൽ ടൈമിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ബാങ്കുകളുമായി ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് എന്ത്? പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് ആണ്. ക്ലിയർ? നമ്മുടെ ഇപ്പോൾ കോളേജ് ഓഫീസിലും ഫീസ് റെമിറ്റിന് വേണ്ടി ഇരിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അല്ലേ? നിങ്ങളൊരു മെഷീൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിവേ, പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽ. ദെൻ ടെലി ബാങ്കിങ്. ടെലി ബാങ്കിങ് എന്താ? അല്ലേ? ടെലി ബാങ്കിങ് facilitates the customer to do entire non-cash related banking online, അല്ലേ? ഓൺ ടെലിഫോണിലൂടെ, അല്ലേ? ഡിജിറ്റൽ പ്ലേസസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുക?
നമുക്ക് എൻക്വയറീസ് നടത്താൻ പറ്റും. അപ്പോൾ അതിൽ മേ ബി SMS ഫോർമാറ്റിലൂടെ നമുക്ക് ബാലൻസ് എൻക്വയറി നടത്താനോ അല്ലേ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വോയിസ് റെസ്പോൺസ് സിസ്റ്റം വഴി നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനോ അല്ലേ, ഇപ്പോൾ കോൾ സെൻറ്റർ ഓപ്പറേഷൻസ് വഴി നമുക്ക് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ഉണ്ടാവും അല്ലേ, വൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബാലൻസ് എൻക്വയറി ചെയ്യാം. അങ്ങനെ ഒട്ടനവധി സർവീസസ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്ന എന്താ, ടെലി ബാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന സർവീസുകളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻഡസ്ട്രി, EDI. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ഫിക്സഡ്, നമ്മൾ നേരത്തെ ഇൻഫർമാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് എന്താണ് പറയുന്നത്, പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. EDI എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, ഫിക്സഡ് ഫോർമാറ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ ഡോക്യുമെൻറ്റുകൾ കൈമാറാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റൈസ് ആയിട്ടുള്ള അല്ലേ, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് EDI എന്ന് പറയുന്നത്. ഇത് പഴയ ടെക്നോളജിയാണ്, ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല, പക്ഷെങ്കിലും ചില കേസസിൽ ഇത് ഉപയോഗിക്കാം സ്റ്റാൻഡർഡൈസേഷൻ വേണ്ട ഘട്ടങ്ങളിൽ. അപ്പോൾ CTS ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ NEFT അല്ലേ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത് 2005 കൊണ്ടുവന്നിട്ടുള്ളൊരു സിസ്റ്റമാണ്. ക്ലിയർ? സോ ദിസ് സിസ്റ്റം ഈസ് എ നാഷണൽ വൈഡ് സിസ്റ്റം ദാറ്റ് അലൗസ് ഇൻഡിവിജ്വൽ ഫേംസ് ആൻഡ് കോർപ്പറേഷൻ കമ്പനീസ് എക്സെട്ര ടു ട്രാൻസ്ഫർ their funds electronically from any bank branch to any individual, any firm, any corporation, anywhere in the country. ഇപ്പോൾ ഈ രീതിയിൽ വളരെ ക്ലിയർ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്, ഡിജിറ്റൽ പേയ്മെൻറ്റിനും ഇലക്ട്രോണിക് മണി ട്രാൻസാക്ഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലേ, പ്രത്യേകിച്ച് 2 ലക്ഷം രൂപ താഴെയുള്ള ഫണ്ട് ട്രാൻസ്ഫറിനൊക്കെ ഉപയോഗിക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. സോ നെഫ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഫ്റ്റ് കുറച്ച് പീരീഡ് മുമ്പ് വരെ ഇതിന് ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ബാങ്കിങ് അവർ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ? അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം മാത്രമേ, അന്ന് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ രാത്രി 8 മണിക്കോ 9 മണിക്കോ നമ്മളൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 8 മണിക്ക് ശേഷം ഇത് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷത്തോളമായിട്ട് ഈ റെസ്ട്രിക്ഷൻ എടുത്തു കളഞ്ഞു. ക്ലിയർ? ഇപ്പം നെഫ്റ്റ് 24/7 അവൈലബിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 24 മണിക്കൂർ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അത് ക്രെഡിറ്റ് ആയിക്കോളും. ക്ലിയർ? ഹോളിഡേയ്സൊന്നും വ്യത്യാസമില്ല. ഹോളിഡേയ്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹോളിഡേയ്സ്, ഇറസ്പെക്റ്റീവ് വർക്കിംഗ് ഡേ, ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം ലിമിറ്റ്. ക്ലിയർ? ഓൺലൈൻ ആയിട്ടുള്ള സിസ്റ്റമായിട്ട് 24/7 കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളൊരു സർവീസായിട്ട് മാറിയിട്ടുണ്ട്. റീസെൻ്റ്ലി നിങ്ങളൊരു പക്ഷേ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ, Central government and RBI has decided to make RTGS also 24/7 facility. ഇപ്പോൾ RTGS എന്തായിട്ട് മാറുന്നു, 24/7 ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ RTGSൻ്റെ നേരത്തെയും RTGSന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ. ക്ലിയർ? മോർണിംഗ് 8 to ഈവനിങ് നൈറ്റ് 8, ആ രീതിയിലാണ് 8 to 8 രീതിയിലാണ് പ്രവർത്തിച്ചു വന്നത്. ഇപ്പോൾ അത് മാറി, ഇപ്പം എന്തായിട്ട് മാറി, 24/7 ആയിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഏത് സമയത്താണെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് നെഫ്റ്റ് ട്രാൻസ്ഫർ. ദെൻ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ? നെഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ബാങ്കിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു ബാങ്കിങ് സ്ലിപ്പ് ഉണ്ട്, നെറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സ്ലിപ്പ് ഉണ്ട്. ആ സ്ലിപ്പ് ഫില്ല് ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അതിലെന്ത് കൊടുക്കണം, ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് കൊടുക്കണം, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് കൊടുക്കണം. അതിന് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിരിക്കണം. നമ്മളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എന്ത് ചെയ്യും, ദേ വിൽ മേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൈസ കയ്യിൽ കൊണ്ടുപോകുകയാണെങ്കിൽ പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കൊണ്ടുപോയ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ പല ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. മൾട്ടി ചാനൽ ബാങ്കിങ്. സോ മൾട്ടി ചാനൽ ബാങ്കിങ് എന്താണെന്ന് നേരത്തെ നോക്കിയതാണ് അല്ലേ. സോ മൾട്ടി ചാനൽ ബാങ്കിങ് ഈസ് അക്വയർഡ്, ക്ലിയർ, ഫർദർ ഡയമെൻഷൻ ഇൻക്ലൂഡിങ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ്സ് സച്ച് ആസ് യൂട്ടിലിറ്റി ബിൽസ്, ഓക്കെ, ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ് ഇൻക്ലൂഡിങ് ATM. അല്ലേ, ഇപ്പോൾ സാധാരണ നേരത്തേക്കാണെങ്കിൽ ബാങ്കിങ് സർവീസസോ പേയ്മെൻറ്റ് സർവീസസോ സെറ്റിൽമെൻറ്റ് സർവീസൊക്കെ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ നമുക്ക് പറ്റൂ, ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമേ പറ്റൂ. ഇപ്പം അങ്ങനെയാണോ? അല്ല അല്ലേ. മിക്കവാറും എല്ലാ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ചാനൽസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ചാനൽസ് ഓഫർ ചെയ്യപ്പെടുന്നു. ക്ലിയർ? എന്താ ഈ ഡിഫറെൻറ്റ് ചാനൽസ്? മേ ബി ക്യാഷ് അല്ലേ, കമ്പനികൾ ചെല്ലുന്നത്. ഫോർ എക്സാമ്പിൾ KCBയുടെ ബില്ല് നമുക്ക് എങ്ങനെയൊക്കെ അടയ്ക്കാം, ക്യാഷ് ആയിട്ട് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ കൗണ്ടർ കൊണ്ട് അടയ്ക്കാം.
ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ബാങ്കിങ്ങിലൂടെ ചെയ്യണമെങ്കിൽ മൊബൈൽ ബാങ്കിലൂടെ ചെയ്യാം, നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യണമെങ്കിൽ നെറ്റ് ബാങ്കിലൂടെ ചെയ്യാം, നെഫ്റ്റ് വഴി ചെയ്യണമെങ്കിൽ നെഫ്റ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം. ക്ലിയർ? ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്കുള്ളൂ. ക്ലിയർ? അതുപോലെ എ ടി എമ്മിലും ഇതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ, ബിൽ പേയ്മെൻറ്റിനുള്ള മെഷേഴ്സ്. ഇങ്ങനെ ഓരോ കേസസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡിഫറെൻറ്റ് ചാനൽസ് അവൈലബിൾ ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ സിസ്റ്റവും ടെക്നോളജി അഡോപ്ഷനും ഒക്കെ അതിൻ്റെ നേച്ചറും ഒക്കെ മാറിയിട്ടുണ്ട്. കാരണം എന്താ, വളരെയധികം ഡിജിറ്റൽ ഓപ്പറേഷൻ, ഡിജിറ്റൽ ടെക്നോളജി അഡോപ്ഷൻ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. ക്ലിയർ? ഒരു പക്ഷേ പല ആൾക്കാരും ഫിയർ ചെയ്യുന്നത് ഈ ഓട്ടോമേഷനും ഡിജിറ്റൈസേഷനും ഒക്കെ അതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ വലിയൊരു ഡിജിറ്റൽ കോർപ്പറേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ? കാരണം അത്രമാത്രം ടെക്നോളജിയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ബാങ്കുകളും ബാങ്കിൻ്റെ പ്രോസസ്സിനും വന്നിരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഫേമുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഫേമുകളെക്കാളും ഡിജിറ്റൈസേഷൻ വരുന്ന, അല്ലെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ബിഗ് ഡാറ്റ അനാലിസിസ് ആയിക്കോട്ടെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലിയർ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ് ഒക്കെ ബാങ്കിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, വളരെയധികം വ്യാപകമായിട്ടത് യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മൊബൈൽ ആണെങ്കിൽ ശരി, അല്ലെ, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണെങ്കിൽ ശരി, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ശരി, ഒക്കെ ആണെങ്കിൽ ഈ രീതിയിൽ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബാങ്കുകളുടെ ഡാറ്റ സെക്യൂരിറ്റി, അല്ലേ, അവരുടെ കോർ ബാങ്കിങ് സൊല്യൂഷൻ, ക്ലിയർ, അതുപോലെ തന്നെ ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻ എന്ന് പറയും. അഥവാ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ഡാറ്റാ സെൻറ്ററിനോ അവരുടെ സെർവറിനോ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലേ, നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് എന്താണ്, അപ്പോൾ എവിടെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ഡാറ്റാ സെൻറ്ററിൽ നമ്മുടെ ഡാറ്റ നമുക്ക് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ എന്ന് പറയും. എവിടെയാണ് നമ്മൾ അതിനെ ഡിസാസ്റ്റർ റിക്കവറി നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ത്രെട്ട് വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതേ തരത്തിലുള്ള ബാക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സെർവർ കൂടെ വെച്ചിട്ടുണ്ടാവും. ഇല്ലേ? അപ്പോൾ ഇവിടെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കാരണം എന്താ, എല്ലാം ഡിജിറ്റൽ റെക്കോർഡാണ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ഫിസിക്കൽ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ലെഡ്ജർ ഉണ്ടാവും, അവിടെയൊക്കെ അവർ എഴുതി കുത്തലൊക്കെ ഉണ്ടാവും, അല്ലേ? ഇപ്പം അതൊന്നും ഉണ്ടാവും ഇല്ല, ഒരു ലെഡ്ജറും ഇല്ല, ഒന്നുമില്ല. ക്ലിയർ? കംപ്ലീറ്റ് മോണിറ്ററിൻ്റെ മുകളിൽ നമ്മൾ കാണിക്കുന്ന, അല്ലേ, അവിടെ നിന്ന് കാണിക്കുന്ന ജസ്റ്റ് ക്ലിക്ക് അവേ എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ഡാറ്റ സംരക്ഷിക്കേണ്ടത് വളരെയധികം എസെൻഷ്യലായിട്ട് മാറുന്നു. അതുകൊണ്ട് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ഇതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻ അവർ നടപ്പിലാക്കുന്നുണ്ട്, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ് അവർ നടക്കുന്നുണ്ട്, ബാക്കപ്പ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ഡാറ്റാ സെൻറ്റേഴ്സ് അവരുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു. ക്ലിയർ? അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് അവർ ചെയ്തു വയ്ക്കുന്നു. ക്ലിയർ? നെറ്റ്വർക്ക് സ്റ്റോറേജ് അനാലിസിസ് അവർ ചെയ്യുന്നു, നെറ്റ്വർക്ക് ആക്സസ് സ്റ്റോറേജ് അവർ ചെയ്യുന്നു. ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇതിന് പുറമെ കസ്റ്റമേഴ്സിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലേ? CRM ഒക്കെ വളരെയധികം ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? നേരത്തെയൊക്കെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നുള്ള നിലയിൽ ആളുകൾ, എംപ്ലോയീസൊക്കെ വളരെ റാഷായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങളൊന്നും പരിഗണിച്ചിരുന്നില്ല. മാത്രമല്ല, അവർ രാവിലെ ഒരു ട്രാൻസാക്ഷൻ പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കേ അത് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴോ വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, അല്ലേ, നിങ്ങളൊരു ബാങ്കിൻ്റെ ഏതെങ്കിലും പുതിയ ബാങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, SBIയുടെ തന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ഔട്ട്ലുക്കൊക്കെ മാറിയിട്ടുണ്ടാകും. ഒരുപക്ഷെ കുട്ടികൾ നേരത്തെ പഴയ ബാങ്കിലും ഇപ്പോഴത്തെ ബാങ്കിലും പോയിട്ട് പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അല്ലേ, അന്നുണ്ടായിരുന്ന ബാങ്കിങ്ങിൻ്റെ സ്റ്റൈലും അതിൻ്റെ ഓഫീസ് അറേഞ്ച്മെൻറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ബാങ്കിൻ്റെ സ്റ്റൈലും ഓഫീസ് അറേഞ്ച്മെൻറ്റും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ? മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ബാങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? പല ബാങ്കുകളും കൂടി ചേർന്നിട്ട് ഒന്നിച്ചുള്ളതായിട്ട് പ്രവർത്തിക്കാൻ, ക്ലിയർ, അത് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഔട്ട്സോഴ്സിങ് ആക്ടിവിറ്റീസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു നേരത്തെ. ഓക്കെ, നോ ഫ്രിൽ അക്കൗണ്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് പറഞ്ഞു. ക്ലിയർ? പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ? അപ്പോൾ ജൻധൻ യോജനയുടെ ഒരു പ്രത്യേകത എന്താ, റുപ്പേ ഡെബിറ്റ് കാർഡ് നമുക്ക് അവർക്ക് ലഭിക്കുന്നു, അല്ലേ? അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നു. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് അപ് ടു 1 lakh റുപ്പീ നമ്മൾ, അല്ലേ, അത് പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ വീണ്ടും ഡെത്ത് അങ്ങനെയുള്ള ചില കേസസിൽ വരാവുന്ന ലൈഫ് ഇൻഷുറൻസും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ,
ചെറിയ പ്രീമിയത്തിലാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അതുപോലെ DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ. അത് മാത്രമല്ല വേറെ എല്ലാ പർപ്പസിനും ഇത് ഉപയോഗിക്കാം. ക്ലിയർ. ജസ്റ്റ് ആധാർ, നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയി KYC പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ബാങ്കിങ് ലൈസൻസ് പുതിയ തരത്തിലുള്ള ബാങ്കുകൾക്ക് ഒട്ടനവധി ലൈസൻസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് കൊടുക്കുന്നു, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അല്ലേ, ഇവർക്കൊക്കെ ന്യൂ ലൈസൻസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് സർവീസ് ഓഫറിങ്സ് ഉണ്ട് അല്ലേ. ഭീം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ക്ലിയർ, BPSS എന്ന് പറയും, അതായിക്കോട്ടെ, മൊബൈൽ മണി ട്രാൻസ്ഫറും വാലറ്റുകളും മൊബൈൽ വാലറ്റുകളും ക്ലിയർ, ഇലക്ട്രോണിക് വാലറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ. അതുപോലെ തന്നെയാണ് POS അല്ലേ, പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസ് ആയിക്കോട്ടെ, MPOS മൊബൈൽ POS ആയിക്കോട്ടെ. ക്ലിയർ. ദെൻ മൊബൈൽ ടാബ്ലറ്റ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ വാലറ്റ്. ക്ലിയർ. ഇങ്ങനെ പലതരത്തിലുള്ള ടെക്നോളജി അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ UPI നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ കോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് ബാങ്കിങ്, ദാറ്റ് ഈസ് ഡിജിറ്റൽ ബാങ്കിങ് ചെയ്യാം. ക്ലിയർ. ഓൺലൈൻ ബാങ്കിങ് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനാവശ്യമായുള്ള രീതിയിൽ കോഡ് ഉണ്ട് അല്ലേ, അതിനാണ് നമ്മൾ UPI കോഡ് എന്ന് പറയാം. അല്ലേ, അതെന്താണെന്ന് സ്റ്റാർ അല്ലേ 99 ദെൻ ഹാഷ് പ്ലസ്, പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് ഓരോ ബാങ്കിനനുസരിച്ച് കോഡ് വരും. ഇല്ലേ, അതെല്ലാം ടൈപ്പ് ചെയ്ത് SMS ആയി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ വരും. തിരിച്ച് നമ്മൾ വീണ്ടും കൊടുത്ത് എമൗണ്ട് ചോദിക്കും, അത് കൊടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഫണ്ടോ ട്രാൻസ്ഫറോ ഒക്കെ നമുക്ക് സാധ്യമാക്കാൻ പറ്റും. ക്ലിയർ. ഇങ്ങനെയാണ് വരുന്നത്. സോ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഭീം ആപ്ലിക്കേഷൻ കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ഇനീഷ്യേറ്റീവ്സിനെല്ലാം കൂടെ നമ്മൾ പറയുന്നത് JAM എന്നാണ് പറയുക. ക്ലിയർ. ജാം. ക്ലിയർ. ഡിജിറ്റൽ പേയ്മെൻറ്റിന് വേണ്ടി എന്താണത്? ജൻധൻ അക്കൗണ്ട്, ക്ലിയർ, ആധാർ, മൊബൈൽ. ക്ലിയർ. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ബൂസ്റ്റ് കൊണ്ടുവരാൻ പറ്റും, ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. ക്ലിയർ. ജൻധൻ അക്കൗണ്ട്, എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവുക അല്ലേ, എല്ലാവർക്കും ആധാർ ബേസ്ഡ് ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? ഐഡൻറ്റിഫിക്കേഷനൊക്കെ അല്ലേ, നമ്മളിപ്പോൾ ഒരു SIM കാർഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ID പ്രൂഫ് ഒന്നും വേണ്ട, ജസ്റ്റ് പോയിട്ട് നമ്മൾ ഫിംഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്തായി? ആധാർ ഒതൻറ്റിക്കേഷനായി. ഇതുപോലെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അല്ലേ. പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കൊക്കെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്ലിയർ. അവിടെ ഒന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്ത് വേണ്ട? നമ്മുടെ ID കാർഡോ പ്രൂഫോ ഒന്നും കൊണ്ടുപോകണ്ട. പേപ്പർ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആധാർ നമ്പർ ഓർമ്മിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒതൻറ്റിക്കേഷൻ ആയിക്കോളും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ആധാർ, അതുപോലെ തന്നെ മൊബൈൽ. ക്ലിയർ. ഇത് ഈ രീതിയിൽ ഇത് മാറുന്നു. UPI-നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലിയർ. അതിൻ്റെ ഫോർമാറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. സോ എ കസ്റ്റമർ ക്യാൻ സെൻഡ്, റിസീവ്, കളക്ട് മണി ബൈ യൂസിങ് എ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്. ക്ലിയർ. അതിന് VPA എന്നാണ് പറയുക. അതിൽ എന്തൊക്കെ വരുന്നു? VPA, ദെൻ ക്ലിയർ, അത് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും അത് ഉപയോഗിക്കുക. അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, IFSC. ക്ലിയർ. ദെൻ സ്കാൻ ആൻഡ് പേ യൂസിങ് QR കോഡ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് UPI-യിലൂടെ ചെയ്യാൻ പറ്റും. മിക്കവാറും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ്സ്, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ക്ലിയർ. എന്താണ് ഈ ആധാർ എനേബിൾഡ് AEPS എന്ന് പറയും. ക്ലിയർ. എന്താണത്? നിങ്ങളിപ്പോൾ കോവിഡിന് സിറ്റുവേഷനിലൊക്കെ വന്ന സമയത്ത്, കോവിഡ് വന്ന ആ സമയത്ത് അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നുണ്ട്. ക്ലിയർ. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? ഒരു ബാങ്കിൽ അക്കൗണ്ടിലുള്ള ഒരാൾ സിറ്റിയിൽ പോയിട്ട് ആർക്കും എവിടെയും പോയിട്ട് ഒന്നും വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ? ഒക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡിൽ ക്ലിയർ, നിങ്ങളൊരു നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ ക്ലിയർ ഒരു പെർമിഷൻ കൊടുത്തിട്ട്, ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെയുള്ള SBI-യിലോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തുള്ള ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്ത് നിങ്ങളാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആധാറും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും, പൈസ അടയ്ക്കാൻ പറ്റും. ക്ലിയർ. ഇപ്പോൾ ഇത്തരത്തിലുള്ള സർവീസാണ് എന്ന് പറയുന്നത് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സർവീസ്. ക്ലിയർ. അതനുസരിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ആളുകൾ ഉപയോഗിച്ചത് ലോക്ക്ഡൗൺ പീരീഡിൽ. കേരളത്തിൽ പോലും ക്ലിയർ 30 കോടി 40 കോടി ക്ലിയർ അത്തരത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, ആധാർ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. KYCക്ക് അല്ലേ ആധാർ ഉപയോഗിക്കുന്നു. ക്ലിയർ. വളരെ എളുപ്പത്തിൽ നമ്മളെ ഒതൻറ്റിക്കേഷൻ നമ്മൾ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ. അതുപോലെ തന്നെ ഭീം ആധാർ അല്ലേ, ഇപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ് ക്ലിയർ ഭീം ആധാർ ഈസ് ദി കോമൺ മൊബൈൽ
Clear? Introduced by National Payment Corporation of India, NPCI. For any merchant association or associated with any acquiring bank on Beam Aadhaar Pay services to allow the merchant to accept payment from a customer of any bank. Clear? അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീം ആധാർ ഓക്കെ നമുക്ക് വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? മർച്ചൻസിന്, ട്രേഡേഴ്സിന്, ക്ലിയർ, ഒരു കസ്റ്റമർ ഏത് ബാങ്കിലെ അക്കൗണ്ടുള്ള കസ്റ്റമറിൽ നിന്നും പൈസ സ്വീകരിക്കാനൊക്കെ പറ്റും. ക്ലിയർ? ആ രീതിയിൽ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ദെൻ QR കോഡ് എൻഹാൻസിങ് ക്ലിയർ ക്വാണ്ടിറ്റി ടു റീച്ച് ഔട്ട്. ക്ലിയർ? ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ പല ആൾക്കാർക്കും ഒരുപക്ഷെ ഈ ടെക്നോളജി ആയിട്ട് ടൈപ്പ് ചെയ്യാനോ അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പാസ്വേഡ് ഓർമ്മിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ URL അല്ലെ വെബ്സൈറ്റിൻ്റെ ID അതൊന്നും ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മിക്കവാറും എല്ലാ സർവീസുകളും എന്തായിട്ട് മാറുന്നു? QR കോഡ്. ജസ്റ്റ് നമ്മൾ ഫോൺ എടുക്കുക, QR കോഡ് സ്കാൻ ചെയ്യുക, അപ്പോൾ അത് ഇൻ്റർഫേസ് ഓട്ടോമാറ്റിക്കലി വെബ് ഡയറക്റ്റഡ് ആയിട്ട് മാറും അല്ലേ, നമ്മൾ ആ സൈറ്റിലേക്ക് എത്തും. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വളരെയധികം നടക്കുന്നു. ക്ലിയർ? ഇത് ബാങ്കിങ്ങിലും സർവ്വസാധാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ. നിങ്ങൾ പേയ്മെൻറ്റ് ബാങ്കുകളിലോ, ക്ലിയർ, സ്മോൾ ഫിനാൻസ് ബാങ്കിലോ അല്ലെങ്കിൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന സർവീസസിലൊക്കെ ഇതുണ്ട്. ഓക്കെ, so these are some of the concepts related to left out topics related to banking.